ഇടുക്കി അടിമാലി പഴമ്പള്ളിച്ചാൽ പരിശക്കല്ല് ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ കൃഷിനാശം വരുത്തുന്നത് കുടുംബങ്ങളെ വലയ്ക്കുകയാണ്. പ്രദേശത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹാങ് ഫെൻസിംഗ് ഇനിയും വൈകാതെ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് അടിമാലി പഴമ്പള്ളിച്ചാൽ പരിശക്കല്ല് മേഖല. മുൻപ് കാട്ടാനകൾ വീടുകൾ തകർത്തതിനൊപ്പം ആളുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പല കർഷകരുടെയും കൃഷി നിലംപരിശായി കഴിഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ ഭയന്നാണ് ആളുകൾ കഴിഞ്ഞുകൂടുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഹാങ് ഫെൻസിംഗ് ഇനിയും വൈകാതെ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. 4 കിലോമീറ്റർ ഹാങ് ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി 30 ലക്ഷം രൂപ നവാഡിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ മെയ് മാസത്തിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അതിന് കാലതാമസം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിൽ ഇനി നീട്ടിക്കൊണ്ടു പോയാൽ ഇപ്പോൾ നിരവധിയായ ഏതാണ്ട് 90% കൃഷികൾ നശിപ്പിച്ചു. 4 വീടോളം പൂർണ്ണമായി ആന തള്ളി നശിപ്പിച്ചു. 2 കർഷകരെ ആന ചവിട്ടി കുത്തി കൊലപ്പെടുത്തി. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ ഭീതിയോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റ് പെരുമാറ്റച്ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ നോക്കാതെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അനുവദിച്ച ഫണ്ട് കൊണ്ട് ഹാങ് ഫെൻസിംഗ് എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നത്. 4 കിലോമീറ്ററോളം ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ നബാർഡിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപ് ഇതിന്റെ AS ലഭിക്കുകയും ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ ടെൻഡർ നടക്കുകയും ചെയ്തു. മെയ് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കാമെന്നായിരുന്നു ബന്ധപ്പെട്ടവർ പ്രദേശവാസികളെ അറിയിച്ചിരുന്നത്. പ്രദേശത്ത് കാട്ടാനാക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.